ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏകദേശം സമയം രാത്രി 10:15 ഞങ്ങളിങ്ങനെ ചെനക്കത്തൂർക്കാവിൻ്റെ മുറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അവിടെ പലതരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൂരവുമായി അനുബന്ധിച്ചിട്ട്. അപ്പോൾ ഇന്ന് അവിടെ ഭക്തി ഗാനമേളയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പോയ സമയത്ത് ഗാനമേള അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഇതൊക്കെയാണ് നമ്മുടെ കാവിൻ്റെ മുറ്റത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത്. കുറേ പേരൊക്കെ 10 മണിയോട് കൂടിയിട്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് പേര് മാത്രം അവിടെ ഇരുന്ന് പരിപാടി കാണുന്നുള്ളൂ. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. ശിവന്റെ കാലം അഭിഷേകം അഭിഷേകം തിരുകൃപ കൊണ്ടഭിഷേകം ദാസന തിരുകൃപ കൊണ്ടഭിഷേകം അഭിഷേകം അഭിഷേകം തിരുകൃപ കൊണ്ടഭിഷേകം ദാസന തിരുകൃപ കൊണ്ടഭിഷേകം മണിയോട പൂപോലെ ശിവമാസ്മരണയിൽ സഹസ്രനാമം തൊട്ടാലെ പരജീവിത അക്കരെ കുട്ടിയൂരപ്പനെ തൊഴുതാലെ ഇക്കരെ അപ്പനെ കാണാവൂ.
ജപം കൊണ്ടു ശുദ്ധമം മനവിതു തന്നെ അലങ്കാരം ദാസന് മനവിതു തന്നെ അലങ്കാരം വെറും ചാരമാവോളം കരുതണം മാനസം മണിനാഗം തളയാകം പദപങ്കജം ഇരുകര തൊട്ടാരി ഇഹ പര ജീവിത പുടമേന്തി കേറുവാനാകൂ അക്കരെ കുട്ടിയൂരപ്പനെ തൊഴുതാലെ ഇക്കരെ അപ്പനെ കാണാവൂ ഇരുകര തൊട്ടാരെ ഇഹ പര ജീവിത പുഴമേ ഇത് നമ്മുടെ തോൽപ്പാവക്കൂത്തിനുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. അവരാദ്യം തന്നെ ഈ ഓരോ രൂപങ്ങളെയും അവിടെ വെച്ചതിന് ശേഷം വിളക്ക് തെളിയിച്ച് ആ രൂപങ്ങളാണ് പിന്നീട് കഥകൾ വരുന്നതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു സൈഡിലെ ജനലിലൂടെ എടുത്തൊരു ദൃശ്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുവരെ ഈ തോൽപ്പാവക്കൂത്ത് എന്താണെന്ന് കണ്ടിട്ടില്ല. കാരണം എപ്പോഴും 11:15 കൂടിയിട്ടൊക്കെയാണ് ഈ സംഭവം നടക്കാറുള്ളൂ. അപ്പോൾ പാവക്കൂത്ത് എന്ന് പറയുമ്പോൾ 17 ദിവസമാണ് ശ്രീരാമ പട്ടാഭിഷേകത്തോടു കൂടി അവസാനിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് എപ്പോഴും അതങ്ങനെ കാണാറില്ല. അവിടെ സമീപത്തുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് പലപ്പോഴും ഇത് കാണികളായിട്ടുണ്ടാവാറുള്ളൂ. അതും തന്നെ അത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതവിടെ നമ്മൾ ആര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവിടെ ഒരു വഴിപാടായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കാണുന്നത് നേരത്തെ വെളിച്ചപ്പാട് കൂത്തുമാടം കുട്ടിക്കേരളം എന്നുള്ളൊരു ചടങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ 2 നടകളിലും തുള്ളിയതിന് ശേഷം പിന്നെ കൂത്തുമാടത്തിലേക്ക് വന്ന് അതിനുള്ള അനുവാദം കൊടുക്കുന്നതാണത്. അപ്പോൾ അതിന് ശേഷമാണ് അവർ ഈ ഒരു പരിപാടി അവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഈ കുറേയൊക്കെ ലൈറ്റുകളെല്ലാം ഓഫായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കൂടിയിട്ട് ആളുകൾ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം എല്ലാവരും മെല്ലെ മെല്ലെ പോയി തുടങ്ങിയിരുന്നു. കാരണം ഇത് തുടർച്ചയായിട്ട് വരുന്നൊരു കഥയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ആ ഒരു പരിപാടി കാണുന്നതിന് വേണ്ടി മാത്രം കുറേ പേരുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും പോയി തുടങ്ങി. അപ്പോൾ ഇനി കൂത്തുമാടം റെഡിയാവുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ എന്താണെന്ന് കാണാത്തൊരു കാര്യം ആയതുകൊണ്ട്, കാരണം നമുക്കറിയാലോ ഇത് യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ച ഒരു കലാരൂപം കൂടിയാണ്. അപ്പോൾ ആ ഒരു ചടങ്ങ് കഴിഞ്ഞോടുകൂടി തന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു വെടിക്കെട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പരിപാടി നടന്ന സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തുടങ്ങിയതുകൊണ്ട് ഇത് എവിടെ നിന്നാണെന്ന് മനസ്സിലായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഇതിൻ്റെ ബാക്കിൽ നിന്നാണെന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് കണ്ടതിന് ശേഷമാണ് ഈ പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കൂത്തുമാടത്തിൻ്റെ ഉള്ളിൽ അന്നത്തെ കഥയ്ക്കുള്ളത് പുലർച്ചെ 4 മണി വരെയാണ്. രാത്രി 11:15 കൂടി തുടങ്ങിയിട്ട് പുലർച്ചെ 4 മണി വരെ ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുവരെയുള്ള കഥയ്ക്കുള്ള എല്ലാ ചിത്രങ്ങളും അവർ ഓൾറെഡി അതിൻ്റെ ബാക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ എല്ലാ ലൈറ്റുകളും ഓഫായിരുന്നു. തുടക്കം തന്നെ ഒരു ഗണപതിയുടെ സ്തുതി വന്ദനത്തോട് കൂടിയിട്ടൊക്കെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള കഥകളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ആ ചിത്രങ്ങളൊന്നും നമുക്കിവിടെ കാണുന്നില്ല ഈ ദൃശ്യങ്ങളിൽ. ഇപ്പോൾ പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പം ഇതിന്ന് തിരി തെളിയിച്ചതിന് ശേഷം ഓരോ ചിത്രത്തിൻ്റെ മുൻഭാഗത്തും അവർ തിരി തെളിയിക്കുന്നുണ്ട് ഉള്ളിലിരുന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു നിഴലുകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഈ പാട്ട് തുടങ്ങിയതിന് ശേഷം ഞാൻ വിചാരിച്ചത് എല്ലാ രൂപങ്ങളും ഒരേ സമയമൊക്കെ അങ്ങനെ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ആ ഒരു കഥയ്ക്കുള്ളതെല്ലാം അവർ സെറ്റ് ചെയ്ത് വെക്കുകയും ആ സന്ദർഭത്തിനനുസരിച്ച് മാത്രമാണ് അവിടെ ആക്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള ലെവലിൽ 2 ആളുകൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഗണപതിയോട് കൂടി പറയുന്ന
സംഭാഷണമാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ മാത്രമായിരിക്കും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുക. ഏകദേശം ഒരു 12 മണിയോടുകൂടി തന്നെ തിരിച്ച് വരികയും ചെയ്തു. പക്ഷേ വളരെ നല്ലൊരു അന്തരീക്ഷം എന്ന് പറയാം. നല്ല കാറ്റുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പോരുന്ന നേരമാകുമ്പോഴേക്കും ഏകദേശം ഒരു 4-5 പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. நல்ல சுக ஜீவனை பெருமைதாதிகள் வரிந்துதான் வந்தவர்கெல்லாம் யாமலே பொழுது முஷியாமலே அன்னம் படைக்கின்ற கனக பசுவிதான் வல்ல வைடத்தனே வலிய பதினோர் கரவனே தப்பமத்தனே சித்த பிரஜித்தனே வசீகர கிருபயாளனே വരും കുഞ്ചര ശ്രീ മുഖവനേ ഗണപതി ശ്രീ മഹാഗുണപതി വികടകട കുംഭഗംഭീരധരനേ ഗണപ മുഖപ ഗണപതി കാക്കനഗരി ഒമ്പേ തുളറിയ ചാരിയോടൊപ്പം അവിൽ പയർ തരുവേൻ കാട്ടാടാടന്മാരെ മലർ വെച്ചു തൊഴുവേൻ സാധന്യം പലകനി പത്തും തരുവേൻ എതിരൊടുവിയ ഉദവിയ ഗണപതി സഹളാക്ഷ നാളികേരമൊടു ചക്കപൂരികൈ നാരിമാറിടിയൊരവിലുമായി ഓളകം ചെറുകിഴങ്ങു നൽകദളി ചേന ചെമ്പയോറപ്പവോ കേട്ടതൊരു കോട്ട നമ്പിയുടൻ കോവിൽ കൊള്ളും ഒരു പിള്ളയായി മരുവും അപ്പനെ ഇളവളങ്കര കവികൾ നൽകവേ വിളയാടി വരും തെൻപഴനി അധിപതിയേ മൂർത്തിയാകിലും എങ്കൊള്ള ശൂരനെ ജയം കൊണ്ട മുരുകേശനെ മഹാമേരു പർവ്വതാകാരമുടൻ മലയെ പിളർന്നെറിந்து വച്ചാത തമിഴ്വാഴ നക്കീരനി സമീത്ത ഓങ്കാര വടിവേലനെ കാർത്തികേയ നിത്യ കല്യാണ മണവാളനെ കണ്ണേറുമാവേറു വാറാമലൈന്ദനെ കാത്തു നിന്തരുള വേണ്ടുമായില്യ തന്തയന തന്തയെ ഷൺമുഖനെ നമ്പിനവർ മേൽ നർക്കമിതു അവർ മീതു മിക്ക എതിരാടി വരും ശത്രു സംഹാര സൂരനെ ആഹോരേ മന്നവൻ കൈകേയി കുട്ടുമയാൽ രഘുരാമർ വനവാസം പോന നാളിൽ മാരീചന്മാനാക വന്നു വിളയാടിയേ മായ
കമലമുഖമാന വടിവോ എന്റെ മാരുതി തന്നെ അழைத்து ലങ്കയ്ക്കു തൂതുവിട്ടേൻ എങ്കെങ്കും നേടിയൊരമ്മനെ കാണാമലിനയടികൾ തൊഴുതു പോற்றி പട്ടണം 700 വഴി തെരുവെല്ലാം ചുട്ടു ചൂറയാടി എങ്കടൽ കടந்து ശ്രീരാമനെ കണ്ട് ദണ്ഡനിട്ടറു ചെയ്യവേ േവരും തിരുമുനിമർ സേവിക്കവേ തിരുവാനവടമലയൊരു കാളി കാണച്ചിറന്താടി വള്ളറുളലോ ഭൂമിയിലെന്തേർക്കും അഞ്ചാടി നിന്നിരിമയും ആഴിപ്രതാപമോട് തോൽവിക്ക നിன்றതൊരു മന്താടി നിன்ற വടിവാലകണ്ഠൻ പരസുധാകരൻ കാലവിജ്ഞാനാധരൻ കാലകാലൻ കടവാത് തപ്പാത് അപ്പാത് മുത്തവട്ടരും വന്നീരോ ഓമയാടിപ്പട്ടരും വന്നീരോ എങ്കയാടിപ്പട്ടരും വന്നീരോ യാവരും വരുകിற போது கோவிந்தாராமா என்றல்லவோ சொல்லி வந்தோ கோவிந்தாமத்தின் பெருமை எப்படி எப்படி கோடிதானம் கிரகணாதிகாலே യുധം മേരു സുവർണധാനം ഗോവിന്ദ കീർത്തിയും ശതമം ശതാംശമേ ഇതൻ പെരുമൈ എപ്പടി എன்ற കോടിദാനം ഗ്രഹണാധികാലേ ഫലവും യുധം മേരു സ്വർണദാനം യജ്ഞമെന്നും അയുദ്ധമെന്നും വേൽവിയാകാതി ഹോമകർമ്മങ്ങളെ ചെയ്ത എന്തഫലമുണ്ടോ അന്തഫലവും മേരു സ്വർണദാനം മേരുവെന്നും മഹാമേരുവിற்கு സമാനமான സ്വർണത്തെ ദാനം ചെയ്ത എന്തഫലമുണ്ടോ അന്തഫലവും ഇതെല്ലാം കൂടിനാൽ ഏതർക്കു ശരി സമാനമാകുമെന്നാൽ ഗോവിന്ദ കീർത്തിയും ശതമും ശതാംശമേ ഗോവിന്ദ ഗോവിന്ദ என்று சொல்லற்கு நூற்றுக்கொண்டு நிகர் போர் சென்னையாடி போராது சதமென்றால் 100 தசாம்சம் என்றால் ஒன்றல்லவோ ஆகிறது ஆகையினால் நாம் முன்னே வந்த இடத்தில் ராமா ராமா என்றல்லவோ சொல்லி வந்தோ ராமன் என்றால் ராமன் பரசுராமன் பலராமன் இது மூன்றாகிலும் வைத்து தசரதமை വാമനരൂപമഹേശ്വരപുത്രം വിനായക പാദനമസ്തേ വാമനമോദഹസ്തം ധർമ്മരവർണ്ണവിലംബിതപുത്രം വാമനരൂപമഹേശ്വരപുത്രം വിനായക പാദനമസ്തേ ശ്രീമഹാഗണപതി ശ്രീപാദ നമസ്കാരം ദേവർകൾ നേരിട്ടൊഴു മൂഷികവാഹനമേ ഗണപതി തൊഴുമുത്തിക്കൊരു മുതലിനഞ്ഞ ശിവംബുജഞ്ജല എന്തിടവേ തമിഴോടിയ ഷൺമുഖനേവരും. അങ്ങനെ ഞങ്ങൾ പാവക്കൂത്തും കണ്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.